വാർത്തകൾ വിശദമായി. ആചാരാനുഷ്ഠാനങ്ങൾ കോർത്തിണക്കി പന്തളം കുരമ്പാല പുത്തൻകാവ് ദേവീക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അടവി മഹോത്സവം നടന്നു. 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ചൂരൽ ഉരുളിച്ച ക്ഷേത്രാങ്കണത്തെ ഭക്തിസാന്ദ്രമാക്കി. നോമ്പ് നോറ്റ നൂറുകണക്കിന് ഭക്തർ മോടോടെ പിഴുതെടുത്ത ചൂരലുമായി കാതങ്ങൾ താണ്ടി കുരമ്പാല പുത്തൻകാവിൽ ദേവീക്ഷേത്രത്തിലെത്തി അടവി മഹോത്സവത്തിൽ ചൂരലൊളിച്ച നടത്തി. ആയിരങ്ങൾ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ ഒറ്റത്തോർത്തൊടുത്ത് ഇടത്തുതോളിൽ ചൂരലുമേന്തി മനസ്സിൽ കാളീരൂപവും ചുണ്ടിൽ ദേവീസ്തോത്രവുമായി ഭക്തർ ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് തിരുമുൻപിലെത്തി ചൂരൽ ശരീരത്തിൽ ചുറ്റി തെക്കുനിന്ന് വടക്കോട്ടുരുണ്ടു. ആത്മസമർപ്പണത്തോടെയുള്ള വഴിപാട് കണ്ട് കാഴ്ചക്കാരും ഭക്തിപാരിവശ്യത്താൽ ദേവീസ്തോത്രം ഉരുവിട്ടു. ചൂരൽ മുള്ളുകൾ ശരീരത്തിൽ കയറി പൊടിയുന്ന നിണമാണ് ഭക്തരുടെ ദേവിക്കുള്ള നിവേദ്യം. ഉരുളിച്ച സമയത്ത് ദേവിയുടെ സാന്നിധ്യമുള്ളതിനാൽ ഉരുളിച്ചക്കാർക്ക് വേദന അറിയില്ലെന്നാണ് വിശ്വാസം. പ്രായപൂർത്തിയായ പുരുഷന്മാർ മാത്രമേ ഉരുളിച്ചയിൽ പങ്കെടുക്കാറുള്ളൂ. ഉച്ച മുതൽ തന്നെ നാടിന്റെ നാനാഭാഗത്തു നിന്നും ചൂരലുമായി ഭക്തർ ക്ഷേത്രത്തിലേക്ക് പ്രവഹിച്ചു. ദേവിയുടെ അനുഗ്രഹത്തിനായി 5 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന വഴിപാടാണ് ചൂരലുള്ളിച്ച. പടയണിത്തുള്ളി 9ാം ദിവസമാണ് അടവി. വെള്ളിയാഴ്ച നടന്ന ചൂരലുള്ളിച്ചയിൽ 1000-ൽ പരം ഭക്തർ പങ്കെടുത്തതായി ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു. ചൂരലുള്ളിച്ചയ്ക്ക് മുന്നോടിയായി രാവിലെ 9-ന് തെങ്ങ്, പന, കമുക്, മുള, ചൂരൽ എന്നിവ ആഘോഷപൂർവ്വം ക്ഷേത്രമുറ്റത്തെത്തിച്ച് കളിപ്പിച്ചു. രാത്രി 7:30യോടെ തച്ചുകാച്ചിക്കൊട്ട്, താവടി തുള്ളൽ, പന്നത്താവടി, പടയണി വിനോദം എന്നിവയ്ക്ക് ശേഷം ശീതങ്കൻ തുള്ളൽ നടന്നു. ചൂരലുള്ളച്ചിക്ക് മുൻപ് വെളിച്ചപ്പാട് പാലപ്പള്ളിൽ ഗോപിനാഥക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ പാനയടി നടത്തി. തേങ്ങ മരവുരലിൽ വെച്ച് പാനക്കുറ്റിക്കൊണ്ട് അടിച്ചു പൊട്ടിക്കുന്നതാണ് ചടങ്ങ്. ബലിപീഠത്തിൽ ബലിയർപ്പിക്കുന്നു എന്നതാണ് സങ്കല്പം. പാനയടി കഴിഞ്ഞതോടെ ചൂരലുരുളുവാൻ വ്രതമെടുത്തവർക്ക് വെളിച്ചപ്പാട് കളപ്പൊടി നൽകി അനുഗ്രഹിച്ചു. കളപ്പൊടി പൂശിയ ഭക്തർ ചൂരലുമായി എത്തി ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ചതിനു ശേഷമാണ് ദേവീസന്നിധിയിൽ ഉരുളിച്ച വഴിപാടിന് തയ്യാറെടുത്തത്. ചടങ്ങിന് മുന്നോടിയായി അടവി ഉത്സവത്തിന്റെ പൌരോഹിത്യം വഹിക്കുന്ന കുടശനാട് കിഴക്കടത്ത് മുരളിയുടെയും സംഘത്തിന്റെയും നേതൃത്വത്തിൽ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനത്തിരുന്ന് പറച്ചാറ്റൽ തുടങ്ങിയിരുന്നു. അതിനുശേഷമാണ് ചൂരലൊള്ളിച്ച ആരംഭിച്ചത്. ജീവരക്തം ദേവിക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള അത്യപൂർവ ആചാരത്തിന്റെ ഭാഗമാകുവാൻ നിരവധി ഭക്തരാണ് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നത്. ചൂരലൊള്ളിച്ചോടെ പിറ്റേ ദിവസം ക്ഷേത്രമതിലകം വിജനമാണ്. ആരും ക്ഷേത്ര പരിസരത്തുപോലും പ്രവേശിക്കാറില്ല. അന്നേ ദിവസം അവിടെ പിശാചുക്കളുടെ വിഹാരരംഗമാണെന്നാണ് വിശ്വാസം. ന്യൂസ് ഡെസ്ക് വേണ TV.